പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, തിരുവചനം പഠിക്കുവാനും പഠിപ്പിക്കാനും ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ലഭിച്ചിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ വചനത്തിലെ ആഴത്തെ കാണുവാൻ, സത്യങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല അധ്യാപകനായി അവിടെ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് ഇടപെടണമേ. അപ്പാ, ദൈവകൃപയിൽ നിറയപ്പെടുവാൻ സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റോമാലേഖനത്തിൻ്റെ 2-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പഠിച്ചത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിത്തീർന്നു. ന്യായപ്രമാണം ലഭിച്ച യഹൂദനും ന്യായപ്രമാണം ലഭിക്കാത്ത ജാതികളും ഒരുപോലെ പാപത്തിന് അധീനരായിത്തീർന്നു. ന്യായപ്രമാണം ലഭിച്ചവരെ ന്യായപ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ വിധിച്ചപ്പോൾ അവർ പാപികൾ, ന്യായപ്രമാണം ലഭിക്കാത്തവരെ അവരുടെ മനസാക്ഷിയുടെ പ്രമാണം അനുസരിച്ചും ദൈവം ഈ പ്രപഞ്ചത്തിൽ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ അവരനുസരിക്കാഞ്ഞത് നിമിത്തവും അവരും ദൈവിക ശിക്ഷയ്ക്ക് യോഗ്യരായിത്തീർന്നു. ഇവരെ രക്ഷിക്കാനായിട്ടുള്ള ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലുള്ള വിശ്വാസത്താലാണ്. അങ്ങനെ ആ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചും ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 5-ാം അധ്യായത്തിലേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു വന്നു. അങ്ങനെയാണെങ്കിൽ അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടേ എന്നൊരു ചോദ്യം വന്നു. പ്രവൃത്തികളാലല്ലേ അവൻ നീതീകരിക്കപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന് പൗലോസ് മറുപടി കൊടുക്കുന്നു. അല്ല, അവനും വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെട്ടത്. പരിച്ഛേദന എന്നുള്ളത് നീതീകരണത്തിൻ്റെ അടയാളമായിട്ടായിരുന്നു ദൈവം അവന് നൽകിയിരിക്കുന്നത്. അങ്ങനെ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നീതീകരണം പ്രാപിച്ചവർക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തേത്, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതിൻ്റെ 2-ാം ഭാഗമായിട്ടും ദൈവിക സമാധാനവും നമുക്ക് ലഭിച്ചു. ദൈവത്തോട് നമുക്ക് സമാധാനം. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം ഉണ്ടായിരിക്കേണ്ട ആവശ്യം എന്തുമായിരുന്നു? നാം പാപികളായിരുന്നു, അഭക്തരായിരുന്നു, ദൈവകോപത്തിന് പാത്രീഭൂതരായിരുന്നു, ദൈവികമായിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്കൊന്നും യാതൊരു യോഗ്യതയും നമ്മളില്ലാത്തവരായി ദൈവകോപത്തിന് മാത്രം വിധിക്കപ്പെട്ട നമ്മെ നമ്മുടെ പ്രവൃത്തികളാലല്ല, തൻ്റെ മഹാകരുണ കൊണ്ട് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് നീതീകരണം പ്രാപിക്കാനായിട്ട് ദൈവം ഭാഗ്യം നൽകി തന്നു. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, ആരവൻ മൂലം? യേശു ക്രിസ്തു മൂലം നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് 5-ാം അധ്യായത്തിന് മുഴുവനും കഴിഞ്ഞ് നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കും. അപ്പോൾ ദൈവത്തോട് സമാധാനം പ്രാപിച്ചിരിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന 2-ാമത്തെ അനുഭവം എന്ന് പറയുന്നത്, നാം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവജീവനിൽ ആയിരിക്കുന്നൊരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. അപ്പോൾ നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇനി പാപത്തിൻ്റെ ശക്തിയിലല്ല, പാപത്തിൻ്റെ അടിമയല്ല. കാരണം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് നീതീകരണം ലഭിച്ചതുകൊണ്ട് നാം ഇനിയിപ്പം നീതീകരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. നമ്മുടെ പൊസിഷൻ മാറി, നമ്മുടെ അവസ്ഥ മാറി. Now we are righteous. നാം നീതീകരിക്കപ്പെട്ടവരാണ്. അതെങ്ങനെയാണ് നമുക്കത് അനുഭവം പ്രാപിച്ചത്? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം, യേശു ക്രിസ്തുവിൻ്റെ രക്ഷണ്യ വേല നിമിത്തം. നോക്കാം നമുക്ക്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 19-ാം വാക്യത്തിൽ നാം വായിച്ചു, ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു എന്നല്ല, തീരും. അതെന്താ അങ്ങനെ ഉപയോഗിച്ചേ? അതെന്താ അങ്ങനെ പറഞ്ഞ്? മറ്റേത് ഏകൻ്റെ അനുസരണക്കേടിനാൽ എല്ലാവരും എന്ത് ചെയ്തു?
പാപികളായ തീർന്നിരിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്നു ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എന്താ എൻ്റെ കാര്യം? വിശ്വസിച്ചാൽ മാത്രമേ ഈ രക്ഷ കിട്ടുള്ളൂ. ഇതൊരു ഓട്ടോമാറ്റിക് സാൽവേഷൻ അല്ല. ഏതുപോലെ? ഓട്ടോമാറ്റിക് ഭാവി ആയതുപോലെ. അപ്പം ഇവിടെ പറയുന്ന ഈ തിയറി, ഞാൻ പറഞ്ഞത് ഉപയോഗിച്ചിരിക്കുന്ന ഈ തിയറി ഏതാന്ന് പറഞ്ഞു? ദ ഐഡിയ ഓഫ് കോർപ്പറേറ്റ് സോളിഡാരിറ്റി. റഷ്യൻ പ്രസിഡന്റ് പുടിൻ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത് റഷ്യക്കാർ മുഴുവനും യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചതില്ല. ദ ഹോൾ റഷ്യ ഈസ്, കാരണം അവിടുത്തെ എല്ലാവരും ഒന്നും തീരുമാനിച്ചിട്ടില്ല. അതിപ്പോൾ അവിടുത്തെ അഭിപ്രായ വ്യത്യാസം വന്നു തുടങ്ങി. പക്ഷെ അദ്ദേഹം എടുത്ത ആ ഒരു തീരുമാനം റഷ്യയുടെ മുഴുവൻ തീരുമാനമായിരുന്നു. അപ്പൊ ഏകന്റെ അനുസരണക്കേടിനാൽ, ഏകനെടുത്ത ആ ഒരു തീരുമാനത്താൽ ഈ എല്ലാവരും ആ തീരുമാനത്തിൻ്റെ ഭാഗവാക്കായി തീർന്നത് പോലെ അടുത്തത് പറയുന്നു, ഏകന്റെ അനുസരണത്താൽ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും അങ്ങോട്ട് ആയി തീർന്നില്ല. ഓൺലി ദോസ് ഹു ബിലീവ്. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന തിയറി ദി ഐഡിയ ഓഫ് കോർപ്പറേറ്റ് സോളിഡാരിറ്റി, ഏകത്വത്തിൽ നാനാത്വത്തെ ദർശിക്കുന്ന ആശയമാണ്. അതിന് ഉദാഹരണം ഞാൻ 1-2 പറഞ്ഞു തന്നായിരുന്നു അല്ലേ? വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഏതായിരുന്നു ഒന്ന്? അബ്രഹാം ദശാംശം കൊടുത്തത് അവൻ്റെ കടിപ്രദേശത്ത് ലേവി കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇവൻ ഏബ്രഹാം ഗേവ് ദ ടൈത്ത്. അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ അവൻ്റെ കടിപ്രദേശത്ത് ലേവി കൂടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? എന്നാൽ ആ സമയത്ത് ലേവി ജനിച്ചിട്ട് പോലും. ലേവി എത്രാം തലമുറ പിന്നെ ഇല്ലേ? അബ്രഹാമിന് കഴിഞ്ഞ് അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ്, യാക്കോബിൻ്റെ മകനായ ലേവി. 3 തലമുറകൾ കഴിഞ്ഞിരിക്കുക. പക്ഷെ അബ്രഹാം ചെയ്തത് ഈ 3-ാം തലമുറ കൂടെ ചെയ്തതിന് തുല്യമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചത്. പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. ഐഡിയ ഓഫ് കോർപ്പറേറ്റ് സോളിഡാരിറ്റി തലമുറകളോളം അത് ബാധകമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? മാറിയിരിക്കുക. അപ്പോഴാ 20-ാം വാക്യം, ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്നു വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇപ്പൊ എൻ്റെ തെറ്റുകളുടെ എണ്ണം കൂടി. എന്തോ വന്നപ്പോൾ? ന്യായപ്രമാണം വന്നപ്പോൾ. എന്താ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ വരെ തെറ്റായിട്ട് കണക്കാക്കാതിരുന്ന പലതും ന്യായപ്രമാണം വന്നപ്പോൾ എന്ത് ചെയ്തു? തെറ്റായി. ഉദാഹരണം, ഇന്നലെ വരെ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക എന്നുള്ള നിയമമില്ലായിരുന്നു. ഇന്നലെ വരെ അങ്ങനെ ഇല്ല. മോശയുടെ കാലം വരെ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക എന്നുള്ളൊരു നിയമമില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് ഞാൻ പള്ളിയിൽ പോയാലും ആരാധിച്ചാലും ശുദ്ധീകരിച്ചാലും ഇല്ലേലും അതൊരു കുറ്റമായിട്ട് കണക്കാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പം ന്യായപ്രമാണം കിട്ടിയപ്പം ഇപ്പം അതും കൂടെ തെറ്റായിട്ട് പാപമായിട്ട് കണക്കാക്കി. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, ഇന്നലെ ഒരു തെറ്റല്ലായിരുന്നു. ഇപ്പം ന്യായപ്രമാണം കിട്ടിയപ്പം അതും തെറ്റായി. കൂട്ടുകാരൻ്റെ ഒന്നും മോഹിക്കരുത്, ഇന്നലെ ഒരു തെറ്റായിരുന്നു. ഇപ്പം ന്യായപ്രമാണം വന്നപ്പം അതും തെറ്റായി. അപ്പം ന്യായപ്രമാണം ഇപ്പം എന്തോ ചെയ്തേ? എന്നെ കൂടുതൽ പാപിയാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്നു. നിങ്ങളെൻ്റെ ഒപ്പം ഉണ്ടോ? ന്യായപ്രമാണം ചെയ്ത ഗുണവും ദോഷവും. ഇന്നലെ വരെ ഞാൻ പാപിയാണെന്ന് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളിലും ന്യായപ്രമാണം വന്നതോടുകൂടെ ഞാൻ പാപിയാന്ന് അതെ, എൻ്റെ തെറ്റുകളുടെ എണ്ണം കൂട്ടിയെന്നല്ലാതെ വേറെ ഒരു ഗുണവും ഉണ്ടായില്ല. ഇനി നമ്മുടെ വാക്യത്തിലേക്ക് വരാം, റോമാലേഖനം 5-ാമത്തെ വരാം. അവിടെ നമ്മൾ കാണുന്നു ന്യായപ്രമാണം ഇപ്പോൾ എന്തോ ചെയ്തു? എൻ്റെ ജീവിതത്തിൽ ലംഘനം എന്ന് പറഞ്ഞാൽ എന്തുവാ?
അല്ല, പാപം എന്ന് പറഞ്ഞാൽ തെറ്റുകൾ, ചെയ്യാൻ പാടില്ലാത്തത് കാര്യങ്ങൾ. ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ വന്നുകൂടി. ഇപ്പം എന്തായി? ഇന്നലെ വരെ ഒരു 7 കാര്യങ്ങളിലൊക്കെ ഞാൻ തെറ്റുള്ളായിരുന്നു, ഇന്നത് 18ആയി. കാരണം ഒരു 10 പ്രമാണം കൂടെ വന്നപ്പോഴത്തേന് എന്ത് ചെയ്തു? അപ്പം ഞാൻ കുറേ കൂടെ പാപിയാണെന്ന് ന്യായപ്രമാണം തെളിയിച്ചു. അടുത്തത്, എങ്കിലും പാപം പെരുകിയെടുത്ത് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഗോഡ് ബിക്കെയിം മോർ ഗ്രേഷ്യസ് ടു മാൻകൈൻഡ്. ദൈവം മനുഷ്യനോട് കുറേ കൂടെ കൃപയുള്ളവനായി, കരുണയുള്ളവനായി ദൈവം തീർന്നു. അടുത്തത്, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിനെ തന്നെ. അപ്പം പാപത്തിൻ്റെ സ്ട്രോങ് ഹോൾഡ്, ബലം എന്തുവാരെന്നറിയാമോ? മരണമായിരുന്നു. അതുകൊണ്ടാണ് പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പറയുന്നത്. ശരി, അടുത്തത് 6. അതുകൊണ്ട് അപ്പം ഇവിടെ നമ്മുടെ ഇടയ്ക്കൊരു വാക്യം നമ്മൾ വായിച്ചു, എന്തുവാ? പാപം പെരുകിയെടുത്ത് കൃപയും അത്യന്തം എന്ത് ചെയ്തു? വർദ്ധിച്ചു. അഥവാ ദൈവം തൻ്റെ കൃപയെ മനുഷ്യൻ്റെ മേൽ വർദ്ധിച്ച് ദൈവം കൊടുത്തുകൊണ്ടേയിരുന്നു. ഗോഡ് ബിക്കെയിം മോർ ഗ്രേഷ്യസ്. തൊടുന്നതിനൊക്കെ ഇപ്പം നമ്മളെ ശിക്ഷിക്കാൻ ദൈവം തുടങ്ങിയായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കാര്യം ഞാൻ പഠിപ്പിക്കാൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ചിലപ്പോൾ. നിങ്ങൾ ദൈവം വാസ് മോർ ഗ്രേഷ്യസ് എൻ്റെ ഓരോ. അപ്പം നമ്മൾ ന്യായമായിട്ടൊരു അപ്പം എന്തോ പാസ്റ്റർ ഈ പറയുന്നത്? കൃപ കൂടുതൽ കിട്ടാൻ കൂടുതൽ പാപം ചെയ്യാമെന്നാണോ ഈ പറയുന്നത്? കാരണം പാപം ചെയ്യും തോറും ദൈവം എന്തോ ചെയ്യുക? കൃപ എൻ്റെ മേൽ വർദ്ധിപ്പിക്കുന്നെങ്കിൽ കൂടുതൽ കൃപ കിട്ടാൻ കൂടുതൽ പാപം ചെയ്താലോ? അതിന് വിവരം മനസ്സിലാവുമെന്ന് പറഞ്ഞു. പോലീസ് പറയാം, ഒരു നാൾ വരുത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല കൃപ കൂടുതൽ ലഭിക്കേണ്ടതിനെ കൂടുതൽ പാപം ചെയ്യുക എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. പിന്നെ ഒരു നാൾ വരുത്. പൗലോസ് ചോദിക്കുന്ന, പാപസംബന്ധമായി മരിച്ച നിങ്ങൾക്കിനി എങ്ങനെ ഈ പാപത്തിൽ ജീവിക്കാൻ കഴിയുന്നേ? യു ആർ ഓൾറെഡി ഡെഡ് ഇൻ സിൻ. നിങ്ങൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പാപത്തിൽ മരിക്കുകയല്ല ചെയ്തത്, പാപത്തോടുള്ള ബന്ധത്തിൽ. മനസ്സിലായോ? പാപത്തിൽ നമ്മൾ ഓൾറെഡി മരിച്ചവരായിരുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നമ്മയാണ് എന്ത് ചെയ്തത്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവൻ എന്ത് ചെയ്തത്? ദൈവജീവൻ നമുക്ക് പകർന്നു തന്ന് നമ്മളെ എന്ത് ചെയ്തത്? ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തത്. ഈ പുതിയ മനുഷ്യൻ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? പാപത്തോടുള്ള ബന്ധത്തിൽ അവൻ മരിച്ചിരിക്കുകയാണ്. അവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ ഈ കയ്യ് തളർന്ന് അല്ലെങ്കിൽ ഡെഡാണെങ്കിൽ, ഒരു വശം ഡെഡ്, പാർഷ്യൽ ഡെത്ത് സംഭവിച്ചാൽ ഈ കൈ കൊണ്ട് ഒന്നും പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് ഓൾറെഡി ഡെഡ്. ഈ കയ്യിൽ ചൂടുവെള്ളം കോരി ഒഴിച്ചാൽ ഈ കൈ എന്ത് ചെയ്യത്തില്ല? അനങ്ങില്ല. കാരണം ഇറ്റ് ഈസ് ഡെഡ് ഫോർ ടുവേർഡ്സ് മെനി തിങ്സ്. പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഇതെന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചിരിക്കുന്ന നാം പലതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? വി കനോട്ട് റെസ്പോണ്ട്. നമുക്ക് പ്രതികരിക്കാൻ ഒക്കില്ല. കാരണം വി ആർ ഡെഡ്. ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ദിവസം രാത്രി യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ വേറെ എങ്ങും കിടക്കാൻ നിവൃത്തിയില്ല. പെട്ടെന്ന് ഇരുട്ടായി നമുക്ക് കിടക്കാൻ കയറി കിട്ടുന്നൊരു ബാറാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മളാരെങ്കിലും നേരം വിളിക്കുമ്പോഴത്തേനും ഇവിടുത്തെ കുപ്പിയെല്ലാം കാലിയാക്കുമെന്ന്. ആക്കൂ? ഇല്ല. കാര്യം തന്നെ, വി ആർ ഡെഡ് ടു ദാറ്റ് തിങ്. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? മരിച്ചിരിക്കുക. ഇനി എൻ്റെ പുറത്തുകൂടെ ഇത് കോരി ഒഴിച്ചാലും ഞാൻ ആക്കത്തില്ല. ചെത്ത് കിടക്കുന്ന ഞാൻ എന്ത് ചെയ്യത്തില്ല?
ആക്കില്ല, രുചി നോക്കില്ല. ഐ ആം ഡെഡ് ടുവേഴ്സ് ദാറ്റ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇതാ, പലതിനോടും നാം മരിച്ചിരിക്കുക. അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് വേറെ ഭാഗത്ത് പറയുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ലോകത്തിൻ്റെ പലതിനോടും ലോകം പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാൻ ഒക്കില്ല. ഐ ആം ഡെഡ്, ഞാൻ മരിച്ചിരിക്കുന്നു. പിന്നെ പറയുന്നുണ്ട്, എന്നാൽ വാസ്തവത്തിൽ ചത്തോ നമ്മൾ? ഇല്ല, അങ്ങനെ എണ്ണാനാ പറഞ്ഞേക്കുന്നേ. പിന്നാലെ ഞാൻ പറയുന്നത്, അങ്ങനെ എന്ത് ചെയ്യണം? നിങ്ങൾ എണ്ണണം. ഐ ആം ഡെഡ്, എനിക്കത് ചെയ്യാൻ പാടില്ല, ഞാനങ്ങനെ പോകാൻ പാടില്ല, ഞാനങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല. ഐ ആം ഡെഡ്, ഐ ആം ഡെഡ്, ഐ ആം ഡെഡ്, ഐ ആം ഡെഡ്. ഞാൻ മരിച്ചവനാ, ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നവനാ, ഞാനൊരു പുതിയ സൃഷ്ടിയാ. നമുക്ക് നോക്കാം എങ്ങനെയാ ഇത് പറയുന്നതെന്ന് നോക്ക്. പാപസംബന്ധമായി, പാപത്തിൽ അല്ല കേട്ടോ, പാപസംബന്ധമായി എന്ന് പറഞ്ഞാൽ പാപത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളിപ്പോൾ എന്തുവാ? മരിച്ചവരാ. അതുകൊണ്ടാണ് എന്തോ ചീത്ത പറഞ്ഞിട്ട് മറുപടി പറയാതെ. അതുകൊണ്ടാണ് നമ്മൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട, പാപത്തോടുള്ള ബന്ധത്തിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പാണ് നമ്മൾ. എനിക്കറിയാം, പലരും പറഞ്ഞിട്ടുണ്ട്, പെന്തിക്കോസ് വന്നില്ലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കിയേനെ. പക്ഷെ ഇപ്പം ഞാൻ എന്ത് ചെയ്തു? പെന്തിക്കോസ് ആണ്, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പാടില്ല. വായിച്ചോ ഇനി. എങ്ങനെ അതിനകത്ത് ജീവിക്കുന്നത്? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യു ആർ എ പാർട്ട്ണർ ഇൻ ഹിസ് ഡെത്ത്. നിങ്ങളിപ്പോൾ സ്നാനത്തോടുകൂടെ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? ഒപ്പുവെച്ചിരിക്കുക. യു അഗ്രി ദാറ്റ്. ദി ഐഡിയ ഓഫ് കോർപ്പറേറ്റ് സോളിഡാരിറ്റി. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ ഞാനും എന്ത് ചെയ്തിരിക്കുന്നു? ഉൾപ്പെട്ടിരിക്കുന്നു. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതെ നിന്ന കുഞ്ഞാടിനെ പോലെ എനിക്ക് പ്രതികരിക്കാൻ യാതൊരു അനുവാദമില്ല. ഐ വിൽ വെയിറ്റ് ടിൽ മൈ റിസറക്ഷൻ. മൂന്നാം നാളൊരു ഉയർപ്പുണ്ട്, അതുവരെ ഞാൻ എന്ത് ചെയ്യും? മൗനമായിട്ടിരിക്കും. വായിച്ചുവരുന്നത് അല്ല, അത് നിങ്ങൾക്ക് അറിയത്തില്ലയോ? ആ ആ ഏറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതും ശരിയാ. അത് സ്നാനപ്പെട്ടവരോട് പറയാണ്, പങ്കാളികളായി തീർന്നിരിക്കുക. യു ആർ ഓൾറെഡി എ പാർട്ട് ഓഫ് ദാറ്റ്. നീ ഇതിനകത്ത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ എ പാർട്ട് ഓഫ് ദാറ്റ് കോൺട്രാക്ട്. നീ അതിൻ്റെ ഒരു ഭാഗമാ. നിനക്കറിയില്ലേ അത്? ഓ, ഞാനത് വായിച്ചില്ലായിരുന്നല്ലേ ആ ഭാഗം. എന്നെ എവിടാണ്ടൊക്കെ ഒപ്പിടാൻ പറഞ്ഞു, ഞാനങ്ങ് ഒപ്പിട്ടു. അങ്ങനെ പലരെയും നമ്മുടെ അല്ലേ? നിനക്കറിയത്തില്ലേ അത്? അടുത്തത് അങ്ങനെ നാം, നാലാം വാക്യം, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ നീ എന്ത് ചെയ്തിരിക്കുന്നു? കുഴിച്ചിടപ്പെട്ടു. മരിക്കുക മാത്രമല്ല ചെയ്തേ, നിന്നെ എന്തും കൂടെ ചെയ്തു. അതാണ് ഏറ്റവും വലിയ അഷ്വറൻസ്. അതെ, നിന്നെ കുഴിച്ചിട്ടു. നീ മരിച്ചു എന്നുള്ളതിൻ്റെ നിന്റെ പ്രത്യക്ഷ തെളിവാണ് നിന്നെ എന്ത് ചെയ്തത്? കുഴിച്ചത്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ പലരുടെയും സ്നാനം മരിച്ചിട്ടല്ല, ഉറങ്ങിയിട്ടാ, അല്ലെങ്കിൽ അഭിനയിച്ചിട്ടാ. പാപസംബന്ധമായിട്ട് ആ വ്യക്തി എന്ത് ചെയ്തിട്ടൊന്നുമില്ല, ഇതുവരെ മരിച്ചിട്ടൊന്നും ഇല്ല.
അവർക്ക് ബോധ്യം വരുത്തി കൊടുക്കണം. ദിസ് ഈസ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു. നീ ചെയ്യാൻ പോകുന്ന ഇതാണ്. എന്നിട്ട് കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. Now we have a new life. ഞാൻ മരിച്ചു, എന്നെ കുഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. എങ്ങനെ ഉയർത്തെഴുന്നേറ്റു? യേശു ക്രിസ്തു പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ ഞാനും അല്ലെങ്കിൽ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? ഒരു ചെടിയുടെ വിത്ത് നമ്മൾ കുഴിച്ചിട്ടു. ആദ്യം സംഭവിക്കുന്നത് എന്തുവാണെന്നറിയാമോ? ആ വിത്തിന് അത് ഡെത്താണ്. ആ വിത്തായിരിക്കാൻ മനസ്സ് വയ്ക്കുന്നിടത്തോളം കാലം അതിൽ നിന്നൊന്നും ഉണ്ടാവില്ല. ഞാനങ്ങില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. പിടിവാശി പിടിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ജീർണിച്ചു പോകുമെന്നല്ലാതെ ഗോതമ്പ് നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയേ ഇരിക്കും. The first thing that happens to a seed is death. ഒരു വിത്തിന് ആദ്യം സംഭവിക്കുന്നത് വളർച്ചയുടെ ആദ്യത്തെ പടി എന്നാന്നറിയാമോ? മരണമാണ്. നമുക്ക് നേരെ തിരിച്ചാ. മരിക്കേണ്ട കാര്യം മാത്രം എന്ത് ചെയ്യരുത്, പറയരുത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഗ്രോത്ത്, വളർച്ചയുടെ ആദ്യത്തെ പടി എന്തുവാ? അങ്ങ് മരിക്കാൻ ഏൽപ്പിച്ചുകൂടുക. നീ കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങൾ, നിൻ്റേതായിരിക്കുന്ന കുറേ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങ് മരിക്കട്ടല്ല. വിത്ത് മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയെന്ന് അതാ കർത്താവ് പറഞ്ഞു. ഗോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും. നീ ഒന്ന് ചാവാൻ ഏൽപ്പിച്ചു കൊടുക്കുമോ? നിൻ്റെ സ്വഭാവമൊക്കെ, നിൻ്റെ പിടിവാശിയൊക്കെ പലതും ഒന്ന് ചാവാനൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. എന്നിട്ട് വായിച്ചോ. ശരി, അത് ചത്ത് കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യുന്നു? വിത്തിലാപ്പം. വിത്ത് അതാ വിതച്ചു, അത് ചാവാനായിട്ട് എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. ചാവാൻ ഏൽപ്പിച്ചു കൊടുത്ത ആ നിമിഷം തൊട്ട് അതിൽ നിന്ന് ജീവന്റെ ഒരു പുതുക്കം വരാൻ പോവാ. എ ന്യൂ സ്പ്രൗട്ട്സ്. വിത്തുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇതിന്. നട്ട വിത്തുമായിട്ട് ഞാൻ നട്ടത് ചക്കക്കുരുവാ അല്ലേ? ഒരു സാദൃശ്യവും ഇല്ല. നട്ട വിത്തുമായിട്ട് യാതൊരു സാദൃശ്യവും ഇല്ലാത്ത ഒന്നാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത്. ദാറ്റ് ഈസ് ദ ന്യൂ ലൈഫ്. അതിനെയാ പുതുജീവൻ എന്ന് പറയുന്നത്. അപ്പൊ എന്നെ കുഴിച്ചിട്ടത് എൻ്റെ പാപമനുഷ്യനോട്, മരിച്ച എൻ്റെ പാപമനുഷ്യനെ പാപപ്രകൃതിയോടുകൂടെ എന്നെ കുഴിച്ചിട്ടു. ഇതാ ഞാൻ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ മനുഷ്യനായിട്ട് വരിക. എൻ്റെ പഴയ മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പുതിയ മനുഷ്യൻ. അതാ പൗലോസ് പറഞ്ഞു, ഇനി ജീവിക്കുന്നത് ഞാനേ അല്ല. യു കനോട്ട് സീ ഓൾഡ് പോൾ. നിങ്ങൾക്ക് ആ പഴയ ശൗലിനെ ഇനി എന്നിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. ഒരിക്കലും കാണാൻ പറ്റില്ല. ഒരു പുതിയ മനുഷ്യനായിപ്പോഴാണ്. ദാറ്റ് ഈസ് വാട്ട്സ് കോൾഡ് ബാപ്റ്റിസം. അതാ സ്നാനത്തിൽ നടക്കുന്നത്. അപ്പോൾ പഴയത് മുഴുവൻ എന്ത് ചെയ്തു? മരിച്ചു, കുഴിച്ചിട്ടു എന്ന് മാത്രമല്ല, ജീവന്റെ പുതുക്കമുള്ള, ജീവന്റെ തുടിപ്പുള്ള ഒരു പുതിയ ജീവിതത്തോടുകൂടെ ഇതാ പുറത്തു വരില്ല. അവിടെ ഇതിനെന്തോ സംഭവിക്കുന്നേ? ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. എന്നിട്ട് പറയുന്നു, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നായി തീർന്നെങ്കിൽ. സ്നാനത്തിൽ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഒന്നായി തീർന്നെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് നാം എന്ത് ചെയ്യും? ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ
പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഐ ആം ഫ്രീ ഫ്രം സിൻ. അങ്ങനെ മരിച്ചവൻ പാപസംബന്ധമായിട്ട് മരിച്ച് അടക്കം ചെയ്ത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ട് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരു മനുഷ്യനെ നോക്കി പറയും, അങ്ങനെ പാപസംബന്ധമായി മരിച്ചവൻ. ബാക്കി അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് വി ആർ ഫ്രീ ഫ്രം സിൻ. പാപത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു? മോചനം ലഭിച്ചു. അതുകൊണ്ട് ആ ഉയർപ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഉയർത്തുന്നതിന് അല്ലേ, ദ്രവത്വമായത് വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വമായത്, ക്ഷയമുള്ളത് വിതയ്ക്കപ്പെടുന്നു, അക്ഷയമായത്. ഇനി വി ആർ ഫ്രീ ഫ്രം, നമ്മളെ ഇനി എന്ത് ചെയ്തിരിക്കുന്നു? പാപത്തിന് നമ്മളെ ഇനി അധികാരത്തിൽ, പാപത്തിന് നമ്മൾ പാപത്തിൻ്റെ ശക്തിയിൽ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു വിടുതൽ കിട്ടി. വായിച്ചോ, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ നമ്മൾ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കത്തില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചതോ പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവനെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവനെന്നും നിങ്ങളെ തന്നെ എണ്ണുവൻ. എവ്രി ഡേ. ഈ വാക്യത്തോടുള്ള ബന്ധത്തിലാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നിങ്ങൾ എന്തോ പറയണം? ഞാൻ പാപസംബന്ധമായി മരിച്ചവനാ, ഞാൻ ദൈവത്തിന് ജീവിക്കുന്നവനാ. അങ്ങനെ എണ്ണണം ദിവസം തോറും. ദിസ് ഡേ ഈസ് ടു ലിവ് ഫോർ ജീസസ്. ഈ ദിവസം എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കാനാണ്. ഈ ശരീരം എനിക്ക് യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാനാണ്. ഈ കൈകൾ എനിക്ക് യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ്. ഓരോ ദിവസവും അതാ ഞാൻ, ദാറ്റ്സ് ഹൗ കൗണ്ട് മൈ സെൽഫ്. എന്നെ തന്നെ എന്ത് ചെയ്യുന്നു? എണ്ണുക. എണ്ണുക എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്നുള്ള എണ്ണ അല്ല പറയുന്നത്. ഞാൻ അതിനായിട്ട് വേർതിരിക്കപ്പെട്ടവനും ഞാൻ അതിനായിട്ട് ജീവിക്കുന്നവനുമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നതിനെയായി എണ്ണുക എന്ന് പറയുന്നത്. അല്ലാണ്ടിരുന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നതിനല്ല. ചുരുക്കി പറഞ്ഞാൽ പൗലോസ് പറയുന്നത്, നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന്, പാപത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? മോചനം പ്രാപിച്ചിരിക്കുന്നു. കാരണം എന്തോ, നമ്മളിപ്പോൾ ആരാ? ദൈവ മക്കളാണ്. ഞാൻ പെട്ടെന്ന് ഇതിന് മനസ്സിലാവാനായിട്ട് ചെറിയ ഉദാഹരണം പറയാം. ഒരു ലോകപരമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന് വിചാരിക്കും. ലോകത്തിൻ്റെ സകല അഴുക്കുകളും അല്ല, അങ്ങ് എന്തൊക്കെ ആവാമോ അതെല്ലാം അങ്ങനെ ജീവിച്ച ഒരു വ്യക്തി. അവൻ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നൊരു പുതിയ മനുഷ്യനായി തീർന്നു. ഞാൻ ദൈവവൈതലാണെന്നുള്ളൊരു ബോധ്യം അവനില്ലാത്തിടത്തോളം കാലം he can again live in sin. അവന് വീണ്ടും എന്ത് ചെയ്യാം? പാപത്തിൽ തന്നെ ജീവിക്കാം. വീണ്ടും പഴയ വഴി തന്നെ പോവാം. വീണ്ടും പഴയതെല്ലാം തന്നെ അവൻ എന്ത് ചെയ്യാം? ചെയ്യാൻ പറ്റും. എന്നാൽ ആ ബോധ്യം അവനുണ്ടെങ്കിൽ, ആ ബോധ്യം അവനെ പലതിൽ നിന്നും വിലക്കും. ഞാൻ ആരാണെന്നുള്ള ബോധ്യം, ഞാൻ ആരാണെന്നുള്ള ബോധ്യം. when you do everything, എന്ത് ചെയ്താലും ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാണ്, ഞാനൊരു സുവിശേഷകനാണ്. ആ ഒരു ബോധ്യമാണ് നമ്മെ പലതും ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? വിലക്കുന്നേ. ഈ പണ്ടൊക്കെ കല്യാണാലോചനകൾ പത്രത്തിൽ പരസ്യം ചെയ്യാൻ നേരത്ത് ഒരു വാക്ക് അവർ ഉപയോഗിക്കാറുണ്ട്, കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ഗേൾ എന്നാണ്.
അങ്ങനൊരു പദം ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ അതൊരു നല്ല രീതിയിലല്ല പലരും കാണുന്നത്. പക്ഷേ പണ്ട് അങ്ങനെ ഉപയോഗിക്കുമായിരുന്നു. അതിന് കാരണം അവിടുന്ന് വരുന്ന കുഞ്ഞാണോ, യു ക്യാൻ എക്സ്പെക്ട് സം മൊറാലിറ്റി, യു ക്യാൻ എക്സ്പെക്ട് സം സ്റ്റാൻഡേർഡ്. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും എന്തുണ്ടായിരിക്കും? ആ കുട്ടിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. മോറൽ, ഇതിനകത്ത് ക്ലെൻലിനെസ്സിന് ഒത്തിരി കാര്യങ്ങളിൽ എൻ്റെ ഒരു വലിയ ആഗ്രഹം ഞാൻ പറയട്ടെ, നമ്മുടെ ചർച്ചിലെ പിള്ളേരെക്കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫുൾ ഗോസ്പലിലെ പിള്ളേരാണോ? വേറെ ഒന്നും അന്വേഷിക്കണ്ടെന്ന് പറയാൻ പറ്റണം. നമ്മുടെ ജീവിതത്തിൽ നാം എന്തുകൊണ്ടാണ് നമ്മെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നാം നമ്മെ തന്നെ വിലക്കുന്നത്? ഞാൻ ആരാണെന്നുള്ള ബോധ്യം. പൗലോസ് പറയുന്നു, നിങ്ങൾ മരിച്ചിട്ട് ജീവിക്കുന്നവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആ ഒരു ബോധ്യമാ നമ്മെ പലതും പറയുന്നതിൽ നിന്ന്, പലതും ചെയ്യുന്നതിൽ നിന്ന്, പലതും അനുഭവിക്കുന്നതിൽ നിന്ന് നമ്മെ വിലക്കുന്നത്. ആ ബോധ്യമില്ലാത്തവന് എന്തും പറയാം, എന്തും ചെയ്യാം. ഈയിടെ ഒരു വലിയ ഭക്തൻ എന്ന് നടിക്കുന്ന ഒരാളോട് കൂടെ ഒരാൾ യാത്ര ചെയ്ത് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററേ എൻ്റെ ചെവി അടഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞ ഒരു ചീത്ത കേട്ടിട്ട് ആരോടോ എന്തോ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ ഇയാൾ ഉപയോഗിച്ചൊരു പദം കേട്ടേച്ച് എൻ്റെ ചെവി അടഞ്ഞു പോയെന്ന്. ഞാനൊരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, നമ്മൾ ആരാന്നുള്ള ബോധ്യം എപ്പോഴും നമുക്ക് വേണം. എപ്പോഴും. അത് ഭാര്യാഭർത്താവും കൂടെ സംസാരിക്കുന്നിടത്ത് വേണം. ശരിയായിരിക്കും, നിൻ്റെ ഭർത്താവൊക്കെ തന്നെ ആയിരിക്കും, ഒരുപക്ഷെ നിന്നേക്കാൾ 2 വയസ്സിന് താഴെയായിരിക്കും, പോട്ടെ, അല്ലെങ്കിൽ 4 വയസ്സിന് താഴെ. എന്നാലും നിൻ്റെ ഭർത്താവായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം ഇനി ഒരു ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണെങ്കിൽ ആ ബോധ്യത്തോടെ വേണം എന്ത് ചെയ്യാനായിട്ട്, സംസാരിക്കാനായിട്ട് അദ്ദേഹത്തോട്. ഒരു ലൈസൻസും ഇല്ലാതൊന്നും എന്ത് ചെയ്ത് കളയരുത്. കാരണം അവൻ യഹോവയുടെ അഭിഷിക്തനും കൂടെ. നമ്മൾ ആരാണെന്നുള്ള ബോധ്യം വേണം. ഞാനൊരു ദൈവദാസൻ്റെ ഭാര്യ, ഞാനൊരു ദൈവ പൈതലാ. ലോകം എന്നെക്കുറിച്ചൊരു എക്സ്പെക്റ്റേഷനുണ്ട്, ലോകത്തിന് എന്നെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. എപ്പോഴെന്നെക്കുറിച്ചുള്ള പ്രതീക്ഷ തകരുന്നോ, പിന്നെ നെവർ എക്സ്പെക്ട് റെസ്പെക്ട് ഫ്രം ദ പീപ്പിൾ. ഒരിക്കലും ജനത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്, പിന്നെ ബഹുമാനം പ്രതീക്ഷിക്കരുത്. കാരണം യു ഡിസ്ട്രോയിഡ് യുവർ എക്സ്പെക്ടേഷൻ. നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷയെ നീ എന്ത് ചെയ്തു, തകർത്ത് കളഞ്ഞു. എന്നെ പിന്നെ പരാതി പറഞ്ഞിരുന്നു ഒരു കാര്യമില്ല, കാരണം നീ തന്നെ എന്ത് ചെയ്തു, അത് നശിപ്പിച്ചു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ, പ്രത്യേകിച്ച് ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്ന നാമ, ജീവിക്കാനായിട്ട്. ഇനി അതിൻ്റെ 12-ാം വാക്യം, ആകയാൽ ചുരുക്കി പറഞ്ഞ, നെവർ അലൗ സിൻ ടു റൂൾ ഓവർ യു അഗെയിൻ എന്ന് പറഞ്ഞ, പാപം ഇനി നിങ്ങളുടെ ശരീരത്തിൽ വാഴാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അനുവദിക്കരുത്. ഇപ്പൊ 2 പേരാ നമ്മുടെ ശരീരത്തോട് അവകാശവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ ശരീരത്തോട് ഇതിനെ വാണുകൊണ്ടിരുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു. അതേതാ? പാപം. ഇതായിരുന്നു ഇതിനെ വാണിരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം ഞാൻ പ്രാപിച്ചപ്പോൾ ഈ പാപശക്തിക്ക് എൻ്റെ മേലിൽ എന്തില്ല, അധികാരമില്ലാതെ വണ്ണം
ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നു. മറ്റേ പുള്ളി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഒത്തിരി പ്രലോഭനങ്ങൾ എനിക്ക് നേരെ കൊണ്ടുവരുന്നുണ്ട് ഇവൻ. പക്ഷെ ഞാൻ ഇതിനകത്തോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാര്യം എന്നാ? ഞാൻ മരിച്ചിരിക്കുക. പാപത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുക? മരിച്ചു കിടക്കുക. അതുകൊണ്ട് എന്തൊക്കെ പ്രലോഭനങ്ങൾ കൊണ്ടുവന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഞാൻ പ്രതികരിക്കുന്നില്ല. ഇത് ഒരു ദിവസം കൊണ്ടല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരീക്ഷ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പദം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സകല പരീക്ഷയും തികച്ച ശേഷം കുറേ നാളത്തേക്ക് പിശാച് അവനെ വിട്ടു. കുറച്ച് നാളത്തേക്ക്. ഒരിക്കലും ചിന്തിക്കരുത് യേശുവിനാകെ ഈ 3 പരീക്ഷ ജീവിതത്തിൽ ഉണ്ടായുള്ളൂന്ന്. ഒരിക്കലും ചിന്തിക്കരുത്. എന്നും എന്തെങ്കിലും കാണും. ഓരോ മണിക്കൂറിലും എന്തെങ്കിലും കാണും. ഓരോ ദിവസവും എന്തെങ്കിലും കാണും. ഇവന്റെ ഒറ്റ ആഗ്രഹം എന്നാണെന്നറിയാമോ? കം ബാക്ക്, വീണ്ടും തിരിച്ചു വരിക. നിന്നെ എന്ത് ചെയ്യണം? പഴയ മനുഷ്യനാക്കിയിട്ട് മാറ്റുക. വീണ്ടും അതിന് അവനെ കയറാനുള്ള ഗ്യാപ്പ് എന്തുവാന്ന് ഇങ്ങനെ നോക്കി നടക്കുക. വേറെ ഭാഗത്ത് പറയുന്നു, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നിങ്ങനെ നോക്കി നടക്കുക. എവിടം കൊണ്ടാണ് നിന്നെ എന്ത് ചെയ്യാൻ പറ്റുക? ട്രാപ്പിലാക്കാൻ പറ്റുന്നതെന്ന്. ഉൽപ്പത്തി പുസ്തകത്തിലെ പരീക്ഷ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും. ആ പരീക്ഷകൻ പരീക്ഷിക്കാനായിട്ട് ഉപയോഗിച്ച ആ പഴമുണ്ടല്ലോ, അതിനെക്കുറിച്ച് വളരെ വളരെ രസകരമായ ചില പദങ്ങൾ അവിടെ. അത് കാണാൻ ഭംഗിയുള്ളതും കാണാൻ ഭംഗിയുള്ളത്. ഇതും കൊണ്ട് ആദാമിൻ്റെ അടുക്ക് വന്നാൽ നടക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് ഒത്തിരി ബ്യൂട്ടി കോൺഷ്യസ് ആയ സൗന്ദര്യബോധമുള്ള ഹവ്വായുടെ അടുക്ക തന്നെ ചെന്നേ. കാരണം എല്ലാ പരീക്ഷയും എല്ലാവരുടെ അടുക്ക് വേവില്ലെന്നറിയാം പുള്ളിക്ക്. പക്ഷെ അതിന് പറ്റിയ ആളുകളെ എന്ത് ചെയ്യും? അവൻ അപ്രോച്ച് ചെയ്യും. എങ്ങനെ അപ്രോച്ച് ചെയ്തേ? എങ്ങനത്തെ പഴവുമായിട്ട് അപ്രോച്ച് ചെയ്തേ? കാണാൻ, കണ്ടാൽ തന്നെ എന്ത് ചെയ്യുന്ന ഒരാൾ ഒന്ന് നോക്കിപ്പോവും. കാണാൻ ഭംഗിയുള്ളത്, പിന്നെ തിന്നുവാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളത്, ഇങ്ങനെ ഓൾ ദ പോസിറ്റീവ് സൈഡ്സാ കൊണ്ട് കാണിച്ചേ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വേണ്ടെന്ന് പറയുക? വീണു, ഉറപ്പാ. അതിനെ പറ്റിയ ആളെയല്ലേ മൂപ്പര് തിരഞ്ഞെടുത്തത്. കാരണം എങ്ങനെങ്കിലും ഹി വാണ്ട്സ് ടു കം ബാക്ക് ആൻഡ് റൂൾ ഓവർ അവർ ബോഡി, അവർ ലൈഫ്. എങ്ങനെങ്കിലും മടങ്ങി വന്ന് നമ്മുടെ മേൽ ആധിപത്യം എന്ത് ചെയ്യണം? അവന് സ്ഥാപിക്കണം. വാക്യത്തിലേക്ക് മടങ്ങി വരാം നമുക്ക്. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിച്ച് ഇനി എന്ത് ചെയ്യരുത്? വാഴരുത്. അല്ലെങ്കിൽ ഞാനത് ഡോണ്ട് അലൗ, വാഴാൻ അനുവദിക്കരുത്. ലെറ്റ് നോട്ട് സിൻ, അനുവദിക്കരുത്. ഈ വീട് തോറും മാർക്കറ്റിങ്ങിന് വരുന്ന ആളുകളുണ്ടല്ലോ, കുറേ സാധനങ്ങളുമായിട്ട് ഇല്ലേ. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ബാഗ് തുറക്കാൻ പോലും സമ്മതിക്കില്ല. തുറന്നാൽ ഉറപ്പാ നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്യും? മേടിച്ചു കളയും. കാരണം അങ്ങനത്തെ എല്ലാം ഉണ്ടായിരിക്കും അതിനകത്ത്. അവൻ്റെ ആ ദയനീയമായ പറച്ചിലും അവൻ്റെ വാചകടിയും എല്ലാം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? തുറക്കാനേ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ വെറുതെ എനിക്ക് വേണ്ട, വെറുതെ എനിക്ക് നേരമില്ല, എനിക്ക് ആവശ്യമില്ല, വെറുതെ ഉള്ള സമയം കളയാം. ഞാൻ എന്തായാലും വാങ്ങിക്കാൻ സമയം കളയണ്ട, നീ വേറെ വീട്ടിൽ പോക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല എന്നാലും സാറേ ഇതൊന്നും
ഞാൻ വാതിലടച്ചകത്ത് കയറിപ്പോ. അത് ഡിസ്റെസ്പെക്റ്റ് അല്ല, ആ മനുഷ്യനോടുള്ള അപമര്യാദയല്ല, എനിക്ക് വേണ്ട. Don't let sin roll over your body. പാപം നിങ്ങളിൽ വാഴാൻ ഇനി എന്ത് ചെയ്യരുത്? നിങ്ങൾ അനുവാദം കൊടുക്കരുത്. അല്ല, ഒരു ദിവസത്തേക്ക് വേണ്ടപ്പാ. ഇല്ലേ, ഈ പല കമ്പനികളുടെ ഒരു വലിയ ചതിപ്രയോഗം എന്നാണെന്നറിയാമോ? 15 days ഫ്രീ ആണ് അവർ കൊടുക്കുക. 15 ദിവസത്തേക്ക് ഫ്രീ. 15 ദിവസം നീ ഉപയോഗിച്ച് കഴിയുമ്പോൾ 16 ദിവസം നിനക്ക് ഇതില്ലാണ്ടിരിക്കുക, ജീവിക്കാൻ പറ്റില്ല. ഇല്ലേ, നെറ്റ് കണക്ഷനൊക്കെ ഇപ്പോൾ എങ്ങനെ അല്ലേ? ഈ ഒരാൾക്ക് അയാളുടെ 10 നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചോദിച്ചു, എൻ്റെ ബ്രദർ ഇത് ഒരെണ്ണം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നീ എങ്ങനെ ഈ 10 കൊണ്ട് അത് ഫ്രീ കിട്ടുമ്പോൾ എല്ലാം ഇങ്ങനെ എടുക്കുന്നതാണ്. ഒരു മാസത്തേക്ക് ഫ്രീ, അപ്പോൾ ഒരു നമ്പർ ഇങ്ങ് എടുത്തു. ഇയാളതിനൊന്നും വിളിച്ചാൽ കിട്ടത്തുമില്ല. അതുകൊണ്ട് ഇവൻ്റെ ഏറ്റവും വലിയ ഡിസെപ്ഷൻ എന്നാണെന്നറിയാമോ? ഫ്രീ ഫോർ സം, സൗജന്യം. മലയാളിക്കാന്ന് വെച്ചാൽ ഇതിനേക്കാ ഇല്ലേ, 2 പാക്കറ്റ് ഗോതമ്പ് പൊടി വാങ്ങിച്ചാൽ 3ാമത്തെ പാക്കറ്റ് ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചോളും. ആ ചാൾ 3ാമത്തെ ഫ്രീ അല്ലേ? ഈ അപ്പോഴത്തേന് ഈ ഉപയോഗിച്ച് തീരണ്ടേ, ആദ്യത്തെ 2 മുഴുവൻ കൊടുത്തു പോയി കാണും. അവന് 3 സാധനവും പോയി, നിനക്ക് ആകെ ഒരെണ്ണം ഉപയോഗിക്കാനും പറ്റിയുള്ളൂ. ഞാൻ ഈയിടെ കണ്ട ഒരു പരസ്യത്തിൻ്റെ ഇത് നോക്കി, റോസ്റ്റഡ് റവ 2 വാങ്ങിച്ചാൽ 3ാമത്തെ ഫ്രീ. ഞാൻ വില കാലത്ത് നോക്കി, 3 കൂടെ വില ആക്കി നോക്കിയപ്പോൾ എനിക്ക് അതിനേക്കാൾ കുറഞ്ഞ സാധനം ഇവിടെ, അതിനേക്കാൾ നല്ല സാധനം ഇവിടെ കിട്ടും. ഇവൻ്റെ ഈ 3 കൂടെ വില കൂട്ടിയിട്ടും അതെ, എനിക്ക് അതിനേക്കാൾ കുറഞ്ഞ കൂടെ കിട്ടുന്നത്, എനിക്ക് അതിനേക്കാളും വേറെ ഈ ഒരെണ്ണം വാങ്ങിക്കല്ലേ. ഇവൻ്റെ ഈ 3 ഞാൻ എന്ന് തിന്ന് തീർക്കാനാ ഇതെല്ലാം കൂടെ? കുറേ കഴിയുമ്പോൾ എടുത്ത് കളയാം, ആർക്ക് ലാഭം? ഞാൻ ചോദിക്കട്ടെ, അവൻ നഷ്ടം സഹിച്ച് നീ പുട്ടു നിന്നോട്ടെന്ന് അവൻ വിചാരിക്കും? ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. നെവർ. ഇറ്റ്സ് എ ഡിസെപ്ഷൻ. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവര് അല്ലല്ലോ. ഡോണ്ട് ഗോ ഫോർ ഫ്രീ. ആരും വെറുതെ ഒന്നും തരത്തില്ല. തരുന്നെങ്കിൽ അതിനകത്ത് ചതിയുണ്ട് കേട്ടോ, ഉറപ്പാ ചതിയുണ്ട്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? പാപം നിങ്ങളുടെ മർത്യ ശരീരം you don't allow, നീ അനുവദിക്കരുത്. എന്ത് ചെയ്യണം? നിങ്ങളുടെ അവയവങ്ങളെ ഇനി അനീതിയുടെ ആയുധങ്ങളായി നിങ്ങൾ എന്ത് ചെയ്യരുത്? സമർപ്പിക്കരുത്. പിന്നെ നിങ്ങളെ തന്നെ നിങ്ങൾ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളായും ദൈവത്തിന് സമർപ്പിക്കുവാൻ. വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പർപ്പസ്ഫുൾ ഡിസിഷൻ, മനഃപൂർവ്വമായിട്ട് തീരുമാനം എടുക്കുക. മനഃപൂർവ്വമായിട്ടൊരു തീരുമാനം. അടുത്തത് ആ ആ ആ ആ പാപത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. അൺലെസ് യു അലൗ. നീ അനുവദിക്കാത്തിടത്തോളം കാലം. ഇയാളുടെ ഒരാളെന്നോട് ഇവിടെ ആരാനിക്ക് വരുന്ന പുള്ളി സ്നാനപ്പെട്ടൊന്നുമല്ല, ആരാനിക്ക് വരുന്ന പുള്ളി പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടുന്നുണ്ട്. ഓരോ പ്രാവശ്യം പാസ്റ്റർ സ്നാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ പക്ഷേ എനിക്കൊരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ എന്നാ ബ്രദറെ പ്രശ്നം? ഞാൻ അല്പം ഈ പാൻ പരാഗ് പോലത്തെ സാധനം ഉപയോഗിക്കുന്നവരിതാണ്. അതിൽ നിന്ന് എനിക്കൊരു വീട്. ഞാൻ പറഞ്ഞു വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം. ഇത് തന്നെ വന്ന് വായി കയറുന്നതല്ലല്ലോ എന്ന് ചോദിച്ചു. ഈ സാധനം കടയിരിക്കുന്ന ഈ സാധനം നിൻ്റെ അഡ്രസ്സ് നോക്കി നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ വായി കയറുന്നതല്ലല്ലോ. നീ തന്നെ പോയി വാങ്ങിച്ച് എടുത്ത് വേണ്ട രീതിയിലെല്ലാം ചെയ്ത് നീ തന്നെ എങ്ങനെ വെക്കുന്നില്ല ഒരു തീരുമാനം എടുക്കുക. അത് ചെയ്യില്ലെന്ന്. സോ സിമ്പിൾ, അത്ര ലളിതമായത്. ബാക്കി എത്രയെല്ലാം കാര്യത്തിൽ നീ എന്ത് ചെയ്തു? ജയിച്ചു. ഭാര്യയോട് 2 ആഴ്ച മിണ്ടത്തില്ലെന്ന് പറഞ്ഞ് 2 ആഴ്ച മിണ്ടാണ്ടിരുന്നില്ല നീ. പിന്നെ എത്രയെല്ലാം കാര്യത്തിൽ നീ നിനക്ക് ഈ ഉച്ച കാര്യത്തിൽ ഇത് വളരെ സിമ്പിളാ. ഞാൻ വാങ്ങിക്കാൻ പോവില്ല, ഞാൻ വാങ്ങിക്കില്ല, ഞാൻ ജയിക്കത്തില്ല. തീരുമാനം എടുത്ത് പുള്ളി കഴിഞ്ഞ ആഴ്ച വന്നിച്ച് പറഞ്ഞു,
ഈ ഒരാഴ്ച ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രക്ഷപ്പെട്ടു. ഇനി നീ അടുത്ത ആഴ്ചയും കൂടെ ഇങ്ങനെ തന്നെ എന്ത് ചെയ്തു, 2 ആഴ്ച ഫ്രീ ആയിട്ട് 2 ആഴ്ച ഫ്രീ കൊടുക്കും, 3-ാമത്തെ ആഴ്ച നീ അഡിക്റ്റഡ് ആയിക്കോളും. അധികം താമസം അദ്ദേഹത്തിന് സ്നാനം കാണും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഇറ്റ്സ് എ വിൽഫുൾ ഡിസിഷൻ. മനഃപൂർവമായിട്ട്. 15-ാം വാക്യം. ആ ആ ആ ആ അല്ല, അപ്പം പറഞ്ഞു നമ്മൾ ഞാൻ ന്യായപ്രമാണത്തിൽ നിന്നൊക്കെ ഫ്രീ ആയി, ഞാൻ ദൈവകൃപയ്ക്ക് യോഗ്യനായി തീർന്നു, അതുകൊണ്ട് ന്യായപ്രമാണത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നുകൊണ്ട് ഇനി എനിക്ക് എന്തും ചെയ്യാമെന്നാണോ? അതാണ് ഹൈപ്പർ ഗ്രേസുകാർ പറയുന്നത്. ഡു എനിത്തിങ്, എന്തോ വേണമെങ്കിലും ചെയ്തോ, ദൈവം കൃപാലുവാ, ദൈവം കൃപയുള്ളവരാണ്. അത് ഹൈപ്പർ ഗ്രേസ് എന്ന് പറയും. ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അലമാരി തുറക്കാനൊന്നും സ്വാതന്ത്ര്യം ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അച്ഛൻ നിങ്ങൾക്ക് മനസ്സിലായോ? അതല്ല, വീട്ടിൽ വരാം. വീട്ടിൽ വരാമെന്ന് ഞാൻ പറയുമ്പോഴും എൻ്റെ ബെഡ്റൂമിൽ കയറാൻ അനുവാദമൊന്നുമില്ല. ഓയ്യോ, ഇയാളെ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്, കൊച്ചമ്മയ്ക്ക് വന്നാൽ പിന്നെ ഞങ്ങൾ കിടക്കുന്ന കട്ടിലേക്ക് കിടന്നാലേ AC ഇട്ടാലേ കൊച്ചമ്മയ്ക്ക് ഒരു വിശ്രമം നൽകുന്നു. AC കിടന്ന കൊച്ചമ്മയാണെന്ന് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ആദ്യം മര്യാദയ്ക്ക് നിർത്തണമായിരുന്നെന്ന് പറഞ്ഞു. ഇത്രത്തോളമേ വരാവൂ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, ഒരു അതിരിട്ടോണമെന്ന് പറഞ്ഞു. അത് തിരിച്ചറിയാൻ ബോധമില്ലാത്തവനെ എന്ത് ചെയ്യണം, ബോധം വരുത്തി കൊടുക്കണമെന്ന് പറയണം. ചിലരുടെ കൊണ്ട് വീട്ടിൽ വന്നാൽ ആ AC ഒന്ന് ഇടുമോ പറഞ്ഞാൽ ഞാൻ ഒട്ടും ചെയ്യില്ല. അതെന്തോ അങ്ങനത്തെ ഒരു പൊട്ട സ്വഭാവമുണ്ട് എനിക്ക്. ചിലർ പിന്നെ പറയുമൊന്നും വേണ്ടല്ലോ, വരിക കയറുക ഉടനെ അങ്ങ് ഇടുകയല്ലയോ. അത്രയും അവർ വിചാരിക്കുന്ന ഞാൻ പാസ്റ്റർ കാര്യമല്ലേ, ഐ ക്യാൻ ഡു എനിത്തിങ്. പിന്നെ ആ വീട്ടുകാരുടെ മര്യാദ കണ്ട് ഒന്നും മിണ്ടിയില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനും എന്ത് ചെയ്യും, അവർ നേരത്തെ അതിൻ്റെ സ്വിച്ച് ഓഫാക്കി വെക്കാൻ അവർക്കറിയാം. ഏനോ ഇന്ന് ഫാനും കൊള്ളണ്ട, എപ്പം വീട്ടിൽ വന്നാലും കുറച്ചും വരുന്നതിനൊന്നും കറണ്ടില്ല ഈ വീട്ടിൽ. നെവർ ഡു ദാറ്റ്. കൃപ പെരുകേണ്ടതിന് പാപം. അതുകൊണ്ട് ഇവിടെ എന്ത് പറയുന്നത്, വായിച്ച വാക്യം, അതുകൊണ്ടെന്ത്, ഞാൻ ന്യായപ്രമാണത്തിനല്ല, ഞാനിപ്പോൾ ന്യായപ്രമാണത്തിനൊന്നുമല്ല, ഇപ്പം ഞാൻ ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തോട് സമാധാനം പ്രാപിച്ച് അങ്ങനത്തെ ഒരു മനുഷ്യനായതുകൊണ്ട് ഞാൻ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്തെ അധീനരാകയാൽ അതുകൊണ്ട് എന്തും ചെയ്യാമെന്നാണ്. വാട്ട് യു തിങ്ക്? പൗലോസ് വീണ്ടും പറയാ, ഒരു നാളും അരുത്. അത് പൗലോസിൻ്റെ ഒരു ശൈലിയാണ്. നോ നെവർ, ഒരിക്കലും എന്ത് ചെയ്യരുത്, ചെയ്യരുത്. അടുത്തത് എന്ന് പറഞ്ഞാൽ നീ ആരെയാണോ അനുസരിക്കുന്നത് അവൻ്റെ ദാസനാ നീ. പൗലോസിൻ്റെ വാക്കുകളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വലിയ ഇതാ. നീ ആരെയാണോ അനുസരിക്കുന്നത് വെച്ചാൽ അവൻ്റെ ദാസന. അതുകൊണ്ടല്ലേ കർത്താവ് പാപം ചെയ്യുന്നവനൊക്കെ പാപത്തിൻ്റെ ദാസൻ, കാരണം അവൻ അനുസരിക്കുന്ന പാപത്തെയാണ്. ഒന്നുകിൽ നീ മരണത്തിനായി പാപത്തിൻ്റെ ദാസൻ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. എന്നാൽ പൗലോസ് പറയും, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാലത്ത് നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു, എന്നാൽ നിങ്ങളെ പഠിപ്പിച്ച സുവിശേഷത്തെ നിങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച് അനുസരിച്ചത് കൊണ്ട് നിങ്ങൾ പാപത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നീതിയുടെ ദാസന്മാരായി തീർന്നതോർത്ത് ഞാൻ ദൈവത്തിന് നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 2 കാര്യം. ഒരു കാലത്ത് നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു, എന്നാൽ ഇപ്പോൾ
നിങ്ങൾ നീതിയുടെ ദാസന്മാരായി തീർന്നു. എങ്ങനെ? സുവിശേഷത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് അനുസരിച്ചതുകൊണ്ട്. ഓക്കെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ കൊണ്ട് നിർത്താം, ബാക്കി നാളെ ദൈവം വെച്ചാൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞ എന്തോടെ പൗലോസ് പറഞ്ഞു വരുന്നേ? നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തി പാപത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവൻ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നതിനാൽ അവൻ നീതിയുടെ ദാസനായി തീർന്നിരിക്കുന്നു. പാപത്തിന് ഇനി അവൻ്റെ മേലെന്തില്ല? അധികാരവും കർത്തൃത്വവും ഇല്ല.